മക്കളെ, ഈശോയുടെ സവിധത്തിൽ വളരെ ശ്രദ്ധയോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരോട് യേശയ്യാ 45:3 വചനം തരുന്നു. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരങ്ങളും ഞാൻ നിനക്ക് എത്തിച്ചു തരും. ഓ, എന്ത് മനോഹരമാണല്ലേ! യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരങ്ങളും നിന്റെ വീട്ടിൽ, നിന്റെ മുൻപിൽ കർത്താവ് എത്തിച്ചു തരുമെന്ന് വചനമാണ്. വചനത്തിനകത്ത് പതിരില്ല, അത് സത്യമാണ് പറയുന്നത്. വചനം നിറവേറപ്പെടും. ഒരു പക്ഷേ കടക്കണിയിൽപ്പെട്ട ഒട്ടനവധി വ്യക്തികൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വാടക കൊടുക്കാൻ പോലും പണമില്ലാത്തതിൻ്റെ പേരിൽ ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന മക്കളെ ഞാൻ കാണുന്നുണ്ട്. ഒരു പക്ഷേ ലോൺ എടുത്തിട്ട് കുട്ടികളുടെ പഠനത്തിന്, വിവാഹത്തിന്, പുരപ്പണിക്ക് ലോൺ എടുത്തിട്ട് കടം വീട്ടാൻ പറ്റുന്നില്ല. എത്ര അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ട് പണി ചെയ്തിട്ടും രണ്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പണമില്ല, വസ്ത്രം വാങ്ങിക്കാൻ പണമില്ല, ഒരു നേരത്തെ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കാൻ പോലും പറ്റാത്ത കുടുംബങ്ങൾ, മരുന്ന് വാങ്ങിക്കാനോ അതിന് പോകാനോ സാധിക്കാതെ കഷ്ടപ്പെടുന്നവർ, ഒരു ദരിദ്രനെ ഒരു 10 രൂപ കൊടുത്ത് സഹായിക്കാൻ പറ്റാത്തവർ, ഒരു സുവിശേഷ വേലയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്തവർ, ഇങ്ങനെ പലരെയും കർത്താവ് കാണുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിന്റെ സാമ്പത്തിക പരാധനയിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം വാക്യം, കർത്താവിൽ ശരണം വെച്ച് നീ ജോലി ചെയ്യുക, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒറ്റ നിമിഷം മതി. ശ്രദ്ധിച്ച മകളെ, കാലങ്ങളൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല, വർഷങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു ദരിദ്രനെ, ഒരു പാവപ്പെട്ടവനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒറ്റ നിമിഷം മതി. ആ നിമിഷമാണ് നിന്റെ മുമ്പിലേക്ക് പിറന്നു വീണിരിക്കുന്നത്. കരങ്ങൾ തുറന്നു പിടിക്കാം. കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിപ്പുകൾ ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ, മഹത്വം, മഹത്വം. കർത്താവേ, വളരെയേറെ സാമ്പത്തിക പരാധീനപ്പെട്ട, കടക്കണിയിൽപ്പെട്ട് മരണത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കർത്താവ് നീ കാണുന്നുണ്ടല്ലോ. അവിടുന്ന് ഒരു വാക്കരുൾ ചെയ്യുക, ദരിദ്രനെ സമ്പന്നനാക്കാൻ ഒറ്റ നിമിഷം മതിയല്ലോ. സുഭാഷിതം 10:22, കർത്താവിൻ്റെ സമ്പത്ത് അവർക്ക് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവേ, നിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ. ജനകോടികൾ അനുഗ്രഹിക്കണമേ. ഓരോ തറവാട്ടിലേക്കും, ഓരോ കുടുംബത്തിലേക്കും, ഓരോ ഹൃദയത്തിലേക്കും കടന്നു വരണമേ. അനുഗ്രഹിക്കണമേ. എല്ലാവിധ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആത്മശക്തി കൃപ നൽകി, ദൈവകൃപ നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ, നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.